കേൾക്കുവാൻ ശ്രദ്ധിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും സ്വർഗ്ഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിനുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. മാനവരാശിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യമായ ഒരു മഹാപദ്ധതിയെക്കുറിച്ച് അറിയിക്കുന്ന ഒരു ടീമാണ് ഇവിടെ കടന്നുവന്നിരിക്കുന്നത്. ആദാമ്യ പാപത്തിലൂടെ നിത്യമായ മരണത്തിലേർപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുന്ന യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവരാജ്യ സുവിശേഷത്തിന്റെ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ടൊരു പാട്ട് പാടി ദൈവനാമത്തെ മഹത്വത്തിന് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധയെ ഒരു അല്പസമയം ക്ഷണിച്ചുകൊള്ളുന്നു. യേശുവന്റെ പ്രാണനാഥൻ, യേശുവന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം, യേശുവിന്റെ പ്രാണനാഥൻ, യേശുവന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. യേശുവിന്റെ ദിവ്യനാദം, ഹൃത്തടത്തിൽ ജീവജലം, യേശുവിന്റെ ദിവ്യനാദം, ഹൃത്തടത്തിൽ ജീവജലം, ശാന്തി നൽകും പുണ്യതീർത്ഥം, ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ശാന്തി നൽകും പുണ്യതീർത്ഥം, ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. ദൈവത്തിന്റെ വലിയ നാമവാഴ്ത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഈ ഭൂമിയിലെ അനേക രാജ്യങ്ങളിൽ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളത്തിലെ ഒരു ചെറിയ ഭാഗമായ ആലുവ മണ്ഡലത്തിലെ 4 മൈൽ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സർവപ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനായ സ്വർഗ്ഗസ്ഥ പിതാവിന്റെയും സർവത്തിന്റെയും അവകാശിയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മാനവകുലത്തിന്റെ ഭാവിയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്ന ഒരു സന്ദേശം അറിയിച്ച് കടന്നു പോകുന്ന ഒരു ടീമിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ സന്ദേശം ചുരുക്കത്തിൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: രാജത്വത്തിന്റെ സുവിശേഷം. എന്താണ് രാജത്വത്തിന്റെ സുവിശേഷം? എന്താണ് ഈ കാലയളവിൽ മാനവകുലവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രാധാന്യം എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. രാജത്വത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ ഉടമസ്ഥനായ നമ്മളുടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ ഭാവി ജീവിതമാണ്.
അത് ദൈവം തന്റെ പ്രവാചകന്മാർ വഴി തന്റെ പുത്രനായ ക്രിസ്തു വഴി മാനവകുലത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അത് മാനവകുലത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിലാണ് മാനവകുലം. എന്നിരുന്നാലും ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, രാജ്യത്വത്തിന്റെ, അതായത് ദൈവം ആഗ്രഹിക്കുന്ന മാനവകുലത്തെ കുറിച്ചുള്ള ഈ ഭാവി സർവ്വരാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തിലെല്ലാവരും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. തുടർന്ന് മനുഷ്യ മക്കളുടെ ഗവൺമെന്റുകൾ ഉണ്ടാവുകയില്ല, അദൃശ്യമണ്ഡലങ്ങൾ പിശാചിന്റെ ഗവൺമെന്റ് ഉണ്ടാവുകയില്ല. പകരം ദൈവം ഈ ഭൂമിയെ ദൈവപുത്രന്മാരിലൂടെ ഈ ഭൂമിയെ വാഴും. ആ ഗവൺമെന്റ് ലീഡ് ചെയ്യുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശുവായിരിക്കും. അപ്പൊ രാജ്യത്തിന്റെ സുവിശേഷത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യത്തിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മളെ ദൈവത്തിന്റെ മക്കളായി തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ ഭരണവും ദൈവം നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. അപ്പൊ രാജ്യത്തിന്റെ സുവിശേഷത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ മക്കളായി ദൈവത്തോട് കൂടെ വസിപ്പാൻ ദൈവം നമ്മളെ തന്റെ കുടുംബമായി ഇൻവൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് ഈ ഭൂമിയുടെ ഭരണം തിരിക്കുന്ന ഭരണാധികാരികളിൽ ഒരാളായി ദൈവത്തിന്റെ മക്കളായി രാജാക്കന്മാരായി നമ്മൾ മാറുകയാണ്. എന്നാൽ ഈ കാലയളവുമായി ഇതിന്റെ ബന്ധം എന്താണ്? ഈ കാലയളവിൽ നമ്മൾ മനുഷ്യരോടുകൂടെ, മരണമുള്ള മനുഷ്യരോടുകൂടെയാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ വിശപ്പടക്കാൻ വേണ്ടി പഠിക്കുന്നു, വിശപ്പടക്കാൻ വേണ്ടി പണി ചെയ്യുന്നു, വിശപ്പടക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നു. അത് മീൻ കച്ചവടമാകട്ടെ, ഹോട്ടൽ കച്ചവടമാകട്ടെ, ഫർണിച്ചർ കച്ചവടമാകട്ടെ, വണ്ടി റിപ്പയറിംഗ് ആകട്ടെ, വണ്ടി വിൽക്കുന്നതാകട്ടെ, വാങ്ങുന്നതാകട്ടെ, അതൊരു മേശര പണിയാകട്ടെ, ഏതായാലും അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇതിലൂടെ കിട്ടുന്ന ആദായമൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയില്ല. നമ്മൾ തൽക്കാലം അതുകൊണ്ട് നമ്മൾ നമ്മുടെ വയറ് നിറച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മരണം നമ്മളെ പിടികൂടി. ഈ മരണം നമ്മളെ വെറും വട്ടപൂജ്യമാക്കി അവസാനിപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം, ഈ കാലയളവിൽ നമ്മളോട് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന കേൾക്കുന്ന സന്ദേശം അനുസരിച്ച് നമ്മൾ ഒരു ഹീറോ ആകാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നു, പണിയെടുക്കുന്നു. എന്നാൽ അവസാനം മരണത്തിൽ നമ്മളൊരു സീറോ ആയി അവസാനിക്കുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഭോഷത്തെ യാത്ര. അങ്ങനെ ഭോഷത്തെ യാത്ര ചെയ്യുന്ന നമ്മൾ മനുഷ്യരോടുകൂടെ ജീവിച്ച് മരണമുള്ളവരായി ഉണ്ടാക്കിയതൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ വെറും മണ്ടന്മാരായി ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത്, തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്, ഈ ശരീരത്തിലെ ജീവിതത്തിന് ലാഭമൊന്നുമില്ല. അപ്പോൾ നാം വണ്ടി ഓടിക്കുന്നു, മീൻ കച്ചവടം നടത്തുന്നു, ഫർണിച്ചർ കച്ചവടം നടത്തുന്നു, ഹോട്ടൽ നടത്തുന്നു. ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന നല്ല കാര്യം തന്നെ. പക്ഷെ ഇതിൽ യാതൊരു ലാഭവുമില്ല. അവസാനം നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ വയറ് നിറച്ച് പകരം ഇനി വയറ് നിറയ്ക്കാൻ കഴിയാതെ നമ്മളിവിടുന്ന് മരിച്ചു മാറ്റപ്പെടും. അപ്പോൾ ഇത്രയും കാലം ജീവിച്ചതിന്റെ ലാഭം എവിടെ? ഒരു ലാഭവുമില്ല. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ഈ ലോകം കണ്ട ഏറ്റവും ജ്ഞാനിയായ വ്യക്തി പറഞ്ഞത്, ഈ ശരീരത്തിലെ ജീവിതത്തിന് ഒരുവന് ലാഭമൊന്നുമില്ല, എന്നാൽ ആത്മതലത്തിലെ ജീവിതത്തിന് ലാഭമുണ്ട് എന്ന് യേശു ക്രിസ്തു ദൈവപുത്രൻ പറയുകയുണ്ടായി. എന്താണത്? ദൈവത്തോടുകൂടെയുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ശരീരത്തിന് ജീവിതത്തിന് ലാഭമില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം, മുമ്പേ ദൈവരാജ്യത്വം അന്വേഷിക്കുക, ദൈവത്തോടുകൂടെ ജീവിക്കുന്നതിനെ കുറിച്ച് നീ അന്വേഷിക്കുക. ഇന്ന് നീ മരണമുള്ള മനുഷ്യരോടുകൂടെയാണ് ജീവിക്കുന്നത്, മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കുന്നതിനെ കുറിച്ച് നീ അന്വേഷിക്കുക. അതിലേക്ക് നീ എത്തിച്ചേരുക. അതിലേക്ക് നീ എത്തിച്ചേരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് താൻ ദൈവം നമ്മളോടുകൂടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ധൂർത്തപുത്രന്റെ കഥയും ദൈവം വചനത്തിൽ ഇങ്ങനെ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പറഞ്ഞു. ഇതാ പന്നിക്കൂട്ടിൽ ജീവിച്ചിരുന്ന ആ ധൂർത്തപുത്രൻ എന്ന് പറയുന്ന വ്യക്തിത്വം, അതിനെ മാനവകുലത്തെ കാണിക്കുന്നു. ആ വ്യക്തി തിരിച്ചു കടന്നു വന്ന് തന്റെ അപ്പനോടുകൂടെ തന്റെ വീട്ടിൽ താമസിക്കുന്നു. ആ അപ്പനോടുകൂടെ താമസിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുക, അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് രാജ്യത്വ സുവിശേഷം. ഇതാണ് സന്ദേശം നമ്പർ 1. അതുകൊണ്ട് ഇത് മനുഷ്യരോട് കൂടെ ജീവിച്ച് മരിച്ചു മാറ്റപ്പെടുന്ന 50, 60, ഏറിയാൽ 80, അതിനുള്ളിൽ മരണം നമ്മളെ ശരീരം എന്ന വീട്ടിൽ നിന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോകും.
നിങ്ങൾ ഒരു വീട് വെച്ച്, ലോൺ എടുത്തൊരു വീട് വെച്ച്, എന്നാൽ ലോൺ എടുത്ത വീടിന് ലോൺ എടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ബാങ്ക് വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നത് പോലെ ഇന്ന് ശരീരമെന്ന വീട്ടിലാണ് ദേഹിയായ ഞാനും നിങ്ങൾ താമസിക്കുന്നത്. 50, 60, 70, ഏറിയാൽ 80. അതിനുള്ളിൽ ഒഴിഞ്ഞു കൊടുക്കണം. ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ ജീവിതം ഒഴിഞ്ഞു കൊടുക്കണം. മരണം വന്ന് നമ്മൾ ജപ്തി ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെ മരണം നമ്മൾ ജപ്തി ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് താമസിക്കാൻ ഒരു വീടുണ്ട്. ആ വീടാണ് ദൈവരാജ്യം. അതാണ് ദൈവരാജ്യ സുവിശേഷം, സ്വർഗീയ പിതാവിനോട് കൂടെയുള്ള ജീവിതം. ഇതാണ് സന്ദേശം നമ്പർ 1. നമ്മുടെ ഭാവി ദൈവരാജ്യത്തിലാണ്, മനുഷ്യരോട് കൂടെയല്ല. നാം അല്പകാലം മാത്രമേ ശരീരത്തിലുള്ളൂ. ഇവിടുന്ന് മാറ്റപ്പെടണം. ഇനി അതിലേക്ക് ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു വ്യക്തി ചോദിച്ചാൽ, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. നിന്റെ അപ്പൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധനായി തീരുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് തന്ന ഇൻവിറ്റേഷൻ ആണ് സുവിശേഷം. ആ ദൈവത്തോടുകൂടിയുള്ള ജീവിതമാണ് സുവിശേഷം. ആ സുവിശേഷം ഇതാണ് യേശു കർത്താവ് ഈ ഭൂമിയോട് പ്രസംഗിച്ചത്. എന്നാൽ നീ ഇപ്പൊ പറയുകയാണ്, കുഞ്ഞെ എനിക്കതൊരു താല്പര്യമുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു തീരുമാനമാണ്. പക്ഷെ ആ ഒരു തീരുമാനം കൊണ്ട് മാത്രം നിനക്ക് അവിടെ എത്തുവാൻ കഴിയുകയില്ല. എന്താണ് കാരണം? നമ്മുടെ ദൈവം അതീവ പരിശുദ്ധിയിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവം മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും താൻ മാത്രം അമർത്യതയുള്ളവന് തക്ക സമയത്ത് ഇതാ നമ്മളോടുകൂടെ ജീവിപ്പാൽ പ്രത്യക്ഷത വരുന്നതുമായ ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് പാപം നിറഞ്ഞൊരു മനുഷ്യനെ കടന്നു തരുവാൻ കഴിയുകയില്ല. ദൈവവും നമ്മളും തമ്മിൽ അകറ്റിയ നമ്മുടെ മതമല്ല, സംഘടനയല്ല, ഗ്രൂപ്പല്ല, നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങൾ മാത്രമാണ്. എന്നാൽ പാപം പോകാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു ചോദ്യമുണ്ടെങ്കിൽ, പാപം പോകാൻ ദൈവത്തിന്റെ വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണമത്ര, രക്തം ചിന്തൽ കൂടാതെ പാപമോചനമില്ല. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് സ്വർഗത്തിലെ തന്റെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇവിടെ കടന്നു 3.5 വർഷക്കാലം ദൈവം അറിയിക്കാൻ ഏൽപ്പിച്ച സന്ദേശം നമ്മളെ അറിയിച്ചതിന് ശേഷം എനിക്കും നിങ്ങൾക്കും എല്ലാ ഹോസ്പിറ്റലുകളും, എല്ലാ രാഷ്ട്രീയ സംഘടനകളും, എല്ലാ മതങ്ങളും സുര പറയുന്ന ഈ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിനക്ക് താമസിക്കാൻ ഈ ശരീരം വിട്ട് മറ്റൊരു വീട് ഒരുക്കിയിട്ടുണ്ട്. അത് തന്റെ പുത്രനായ ക്രിസ്തുവിലാണ്, അത് ആത്മാവിലാണ്. ആ ജീവിതത്തിൽ നിനക്ക് നിത്യം ദൈവത്തോടുകൂടെ വസിക്കാമെന്ന സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. നിത്യമായി ഈ ശരീരം വിട്ട് നമ്മൾ അതിവേഗം യാത്രയാകണം. അപ്പൊ ഞാനതിന് എന്ത് ചെയ്യണമെന്നൊരു വ്യക്തി ചോദിച്ചാൽ, ഈ ഭൂമിയിൽ പാപത്തിലായിരിക്കും നമുക്ക് പാപത്തിന് വേർപെടുവാൻ, പാപത്തിന് പരിഹാരമായി ആകാശികയും മനുഷ്യരുടെയും ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അത്യുന്നതനായ ദൈവം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം ഒരേ ഒരു നാമം നൽകിയിട്ടുള്ളൂ. അത് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയോ അതുവഴി തുടർന്ന് സ്വർഗീയ പിതാവോടുകൂടെ തന്നെ ക്രിസ്തുവിൽ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ, നീ എന്ത് ചെയ്യണം? നീ വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവമായിട്ട് സ്വീകരിച്ച് വാഗൊണ്ട് നീ ഏറ്റു പറഞ്ഞുകൊണ്ട് തോന്നുള്ള ജീവിതകാലം യേശുവിനെ അനുസരിച്ച് അനുഗമിക്കാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ പ്രിയ മകനെ, പ്രിയ മകളെ, ഈ മരണം നിന്നെ ഈ ശരീരത്തിൽ ജപ്തി ചെയ്യുമ്പോൾ ആ സ്വർഗസ്ഥ പിതാവോട് കൂടെ ക്രിസ്തുവിൽ നിനക്ക് വസിക്കാം എന്നുള്ള കാര്യം നിന്നെ അറിയിക്കുകയാണ്. ഇതാണ് രാജ്യത്തെ സുവിശേഷം. അങ്ങനെ ആ ഭരണ കുടുംബത്തിലേക്ക് നീ പ്രവേശിക്കപ്പെട്ടാൽ ഈ ഭൂമിയുടെ ഭരണം സ്വർഗത്തിൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാനിടയാകും. പ്രിയമകനെ, മകളെ, ദൈവം നിങ്ങളോട് സംസാരിച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ദേശം വിട്ട് അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ 4 മൈലിലുള്ള വ്യക്തി തങ്ങൾ കടകം നടത്തുന്നവർ, ടാക്സി ഓടിക്കുന്നവർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ഇവിടെയുള്ള എല്ലാവരും ഞങ്ങളിത് കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയുന്നത് മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചവർദ്ധയിൽ എന്നെ കാണുകയും ലോകത്തിന്റെ ഏത് ഭാഗത്തും എന്നെ ശ്രദ്ധിക്കുന്ന മകനെ, മകളെ, മനസ്സിലാക്കുക. ഇതാ അധികം താമസിച്ചത് മരണം നിന്നെ ജപ്തി ചെയ്തുകൊണ്ട് പോകും. നീ ഏത് കുബേരനാണെന്നുണ്ടെങ്കിലും, എല്ലാം മസ്ക് എന്ന് പറയുന്ന ധനികനായ വ്യക്തിയാണെങ്കിലും, ഏത് വ്യക്തിയാണെങ്കിലും മരണം നിന്റെ ജപ്തിയും നീ ഉണ്ടാക്കിയതല്ല, വട്ടപൂജ്യമായി തീരും. എന്നാൽ ഇതാ നമുക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോയ ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് വാസസ്ഥലം ഒരുക്കാൻ പോയ ദൈവത്തിനായ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ വേണ്ടി. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, നമുക്ക് അവിടെ പോയി വസിക്കാം. അതുകൊണ്ട് പ്രിയ മകനെ, ഈ സന്തോഷവാർത്ത നീ തള്ളിക്കളയരുത്. യേശുവിന്റെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് യേശു അനുഗമിച്ച് കടന്നു വരിക നിങ്ങളെ ഏവരെയും ഓർപ്പിക്കുകയാണ്. നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് തൊട്ടും ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ സഹോദരങ്ങളുടെ കയ്യിൽ 2 നോട്ടീസുകൾ കൊണ്ട് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഇവിടെ സംസാരിച്ച രാജ്യത്തെ സുവിശേഷമാണ്. ഈ സന്ദേശം അതിവേഗം നിങ്ങൾ മറന്നുപോകും. എന്നാൽ ആ പേപ്പറിൽ, ആ ട്രാക്റ്റിൽ എഴുതിയിരിക്കുന്നത് മറക്കുകയില്ല. നിങ്ങൾക്കത് വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം അതിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി മറ്റൊരു നോട്ടീസ് കൂടി നൽകിയിട്ടുണ്ട്. അത് ഇവിടെ എറണാകുളം
പൂക്കാട്ടുപടിക്കടുത്ത് പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. കഴിഞ്ഞ 22 വർഷത്തിലധികമായി സ്വർഗത്തിൽ ദൈവം അതിമനോഹരമായി അതിനെ കൊണ്ടുപോകുന്നു. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ഒരു വചന ധ്യാനം, ദൈവരാജ്യത്തെ വചന ധ്യാനം അവിടെ നടക്കുന്നുണ്ട്. പ്രിയ സഹോദരികളെ, നിങ്ങൾ ഏവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത ധ്യാനം ഫെബ്രുവരി 3-ാം തീയതിയാണ്. അങ്ങോട്ട് കടന്നു വന്നാട്ടെ. ജീവിതത്തിൽ ഏത് തുറയിലായിരിക്കുന്ന വ്യക്തികൾക്ക് രാജ്യത്തെ സുവിശേഷത്തെ കുറിച്ച് അറിയുവാൻ അത് നിങ്ങൾക്ക് വലിയൊരു അവസരമാണ്. ഇന്നത്തെ സുവിശേഷ വ്യക്തികൾ കേൾക്കാത്ത രാജ്യത്തെ സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം നിങ്ങൾക്ക് അവിടെ കേൾക്കാം. യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ ആ സുവിശേഷത്തിലേക്ക് എത്തിച്ചേരുവാൻ, സ്വർഗീയ പിതാവോടുകൂടി ജീവിക്കുന്ന ആ സുവിശേഷത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് അത് സഹായമായി തീരും. മാത്രമല്ല, ജീവിതത്തിന്റെ തുറകളിൽ പരാജയപ്പെട്ട് ഇനി ഞാൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകുമെന്ന് അറിയാതെ വ്യസനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന, ഇതാ അവരെനിക്കെതിരെ മന്ത്രം, അവരെ ആശ്വസിപ്പിക്കുന്ന അമ്മ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ സൃഷ്ടാവിന്റെ ആശ്വാസം അനുഭവിപ്പാൻ താല്പര്യമുള്ള ഏവർക്കും അങ്ങോട്ടേക്ക് കടന്നു വരാം എന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു പോവുകയാണ്. കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ആ നോട്ടീസിന്റെ താഴെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ വിളിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇത് ഞാൻ അറിയിക്കുന്ന ഈ സന്ദേശം ജീവിതത്തിൽ ബുക്ക് പഠിച്ച് പ്രസംഗിക്കുന്ന ഒരു ദൈവത്തെയല്ല, പകരം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങളെ അറിയിക്കുന്നത് എന്ന് ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ഏവനും മനസ്സിലാവും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ 4-ാം മൈലിലുള്ള ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടി, ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി, അവരുമായി ബന്ധപ്പെട്ട സകലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചപതിയിൽ ഇപ്പോഴും തുറന്നും എന്നെ ശ്രമിക്കുന്ന ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം അങ്ങനെ ഉപദേശിക്കപ്പെട്ട അങ്ങനെ വഴിയിൽ നടക്കുന്നവരുമായി തീരട്ടെ. ഇവരുടെ സകല താൽക്കാലിക ആവശ്യങ്ങളുടെ മേലും, എല്ലാ തലപരമായ ആവശ്യങ്ങളുടെ മേലും, ശരീരപരമായ ആവശ്യങ്ങളുടെ മേലും എല്ലാം അങ്ങനെ വലിയ കരം കടന്നു വന്ന് റെഡിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. നന്ദി, നമസ്കാരം.